ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു പരീക്ഷണമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. എൻ്റെ ക്ലേ വെച്ച്, അതായത് ഞാൻ സ്വന്തമായി എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ ക്ലേ ആണിത് കേട്ടോ. ആ ക്ലേ വെച്ച് അടുത്തൊരു പരീക്ഷണമാണ് നിങ്ങൾ ഇത് വേറെ ഒന്നല്ല ഗായ്സ്. ഞാനൊരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ശാസ്ത്രമേളയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ആ സ്കൂളിൽ ശാസ്ത്രമേള നടക്കുന്ന സമയത്ത് അവിടുത്തെ ചേട്ടന്മാർ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഇത്. അവരുണ്ടാക്കിയതിൽ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. എന്നാലും അവരത്രയൊന്നും പറ്റില്ലെങ്കിലും ഏകദേശം ഒപ്പിച്ചെടുക്കാൻ ഞാനും ശ്രമിച്ചിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? ഇതാണ് ഗൈസ് കറക്റ്റ് ഒരു വള്ളത്തിൻ്റെ ഷേപ്പാക്കി. ഈ ഷേപ്പ് ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വള്ളത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്നാലും എൻ്റെ മനസ്സിലൊതുങ്ങിയ ഒരു വള്ളം എന്ന നിലയിൽ ഞാൻ ഈ വള്ളത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഗൈസ്. എന്തായാലും ഏതാണ്ട് അറ്റകുറ്റപ്പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വള്ളത്തിൻ്റെ. ഈ സംഭവം എന്ന് വെച്ചാൽ മറ്റേ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പലക മാത്രം അടിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ക്ലേ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. പിന്നെ ഞാനൊരു കട്ടിക്ക് തന്നെ ഇരിക്കുന്ന സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ സൂചി എംബ്രോയ്ഡറി വർക്കിൻ്റെ സംഭവങ്ങളൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച സൂചിയാണ്. അതിന് ഉപകരിച്ചില്ലെങ്കിലും ഇതിനെന്തായാലും ഈ സൂചി ഉപകരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും എൻ്റെ വള്ളത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി വള്ളം തുഴയാൻ എൻ്റെ വള്ളക്കാരനെ ഞാൻ ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് വള്ളക്കാരനല്ലെങ്കിലും കാണുമ്പോൾ ഒരു മനുഷ്യനെന്ന് തോന്നുന്ന രീതിയിലാണ് ഞാൻ ഈ വള്ളക്കാരനെ ഉണ്ടാക്കിയെടുക്കുന്നത്. വള്ളക്കാരൻ്റെ കയ്യിലൊരു വള്ളം തുഴയുന്ന സംഭവം, ഇതിൻ്റെ പേരെന്തോന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഗൈസ്. ആ സംഭവം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ള ക്ലേയും കാര്യങ്ങളും മൊത്തം തുടച്ച് നീക്കിയിട്ട് ഇതാദ്യമേ കുഴയ്ക്കാൻ നേരത്ത് പറ്റിയതാണ്. അതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് അതങ്ങ് ജസ്റ്റ് ഇളവിക്കിട്ട് അതെല്ലാം തുടച്ച് നീക്കിയിട്ട് താണ്ട് എൻ്റെ വള്ളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഉണങ്ങാനുള്ള സമയമൊന്നും കൊടുത്തില്ല ഗൈസ്. അതിനുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത കലാപരിപാടികൾ നിങ്ങൾക്ക് ഇത് ഏകദേശം വള്ളമാട്ടൊക്കെ തോന്നില്ലേ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വള്ളത്തിന് ഞാൻ ഇനി കളർ അടിക്കാമെന്ന് വിചാരിച്ചു. വള്ളത്തിൻ്റെ കളർ എന്തോന്ന് ചോദിച്ചപ്പം കറുപ്പാണെന്നാണ് എൻ്റെ മനസ്സിൽ ഓടി വന്നത്. അതേ ഗൈസ്, കറുപ്പ് കളർ ഞാൻ വാരി അങ്ങ് അടിച്ചു കൊടുത്ത്. ഞാനും ഉണ്ണിക്കണ്ണനും കൂടിയാണ് കളർ അടിക്കാനിരുന്നത്. അങ്ങനെ വള്ളം ഫുള്ള് ഞങ്ങൾ കളർ അടിച്ച് സെറ്റാക്കി എടുത്തിട്ട് തുഴയ്ക്ക് ഞങ്ങളൊരു ബ്രൗൺ കളർ, അതായത് തടി വെച്ചല്ലി തുഴ ഉണ്ടാക്കുന്നത്. പേര് കിട്ടി ഗൈസ്, തുഴ. തുഴയ്ക്ക് ഞങ്ങളൊരു ബ്രൗൺ കളർ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇനി മനുഷ്യനും കൂടി ഒരു കളർ അടിച്ചപ്പോഴത്തേക്ക് സെറ്റായി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.